നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പ്രേമം എക്കാലത്തും എന്നും അനുസ്യൂതമായൊരു പ്രവാഹമാണ്. ആ ഒരു പ്രവാഹം ഈ എപ്പിസോഡിലും തുടരുകയാണ്. എന്തായാലും സുനിത, ഒരു പക്ഷേ ആ ഒരു പ്രണയം ഉണ്ടായത് കൊണ്ടാണ് ഒരുപക്ഷെ മേരിയായിട്ട് തിളങ്ങിയത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ വരാൻ പോകുന്നതും ആ സിനിമയിൽ ഈ വേഷം കൈകാര്യം ചെയ്താൽ ഇത്ര മനോഹരമാക്കുമെന്നുള്ള ഒരു മുന്നറിവുകൾ കൊണ്ടാണ് ആ ഒരു പ്രണയം ഉണ്ടായിരുന്നത്. അല്ലേ മേരി? ഉറപ്പായിട്ടും അല്ലേ? അത് നന്നായിട്ട് ആ പ്രണയത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലായി അല്ലേ? ഇപ്പോഴൊരു ഇടനെഞ്ചിലൊരു ചെറിയൊരു വിങ്ങലുണ്ടാ? വിങ്ങലുണ്ടോ? അങ്ങനെയല്ല, അറിയില്ല. വിനേ ഒന്ന് പിടിക്കണ കേട്ടല്ലേ? ഞാനതിന് ഉത്തരവാദിയല്ല. എനിക്കതല്ല വിഷമം. അതായത് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരൻസിനെ എനിക്ക് കിട്ടി. അപ്പോ അതാണ് എന്നെ സംബന്ധിച്ചൊരു ഗിഫ്റ്റ്. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഒരമ്മയ്ക്കും അച്ഛനും ഇതുപോലെ ട്രിബ്യൂട്ട് ഒരു മക്കൾ കൊടുത്തിട്ടുണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ തൻ്റെ ഹൃദയവികാരങ്ങൾക്ക് അല്പം ഒരുപക്ഷെ ഒരു വ്രണപ്പെടൽ ഉണ്ടായാൽ പോലും തന്നെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് അച്ഛനും അമ്മയും ഇത് പറയുന്നതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ തീഷ്ണമായ പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്ന ഒരു ജാൻസി റാണിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ മിഠായി വാങ്ങിച്ചു കൊടുക്കാന്ന് പറയൂ. ഇനി പറയല്ലേ? അവിടെ നിർത്തുന്നു. വരട്ടെ. രാജേഷിനോടാണ് എൻ്റെ ചോദ്യം. രാജേഷ്, ഈ ചോദ്യം കേട്ടാൽ തന്നെ എനിക്കറിയാം ഉത്തരം എന്തായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. മലരെ സോങ് ചെയ്ത് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് ആ വിഷ്വൽ എങ്ങനെയായിരിക്കും അയാൾക്കൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള തൻ്റെ ആഗ്രഹത്തെ അത് കംപ്ലീഷൻ തരാൻ പറ്റിയോ അൽഫോൺസ് പുത്രന്? അതാണ് എൻ്റെ ചോദ്യം. രാജേഷ്, ഇവരൊക്കെ വരുമ്പോൾ തന്നെ രാജേഷാണ് ഇതിനകത്ത്. ഞാൻ നോക്കുമ്പോൾ രാജേഷ് ഭയങ്കര ചിരിയാണ് അല്ലേ? എപ്പോഴും ചിരിയാണ്, ഹാപ്പിയാണ്. രാജേഷ്, അനുഭവയെ പോലെ അനുഭവങ്ങളൊന്നും ഇല്ലേ? എങ്ങനത്തെ അനുഭവങ്ങൾ ഉദ്ദേശിച്ചു? അമ്മയും അച്ഛനും ഉപദേശിച്ചില്ലേ മോനെ ഇതെനിക്ക് പറ്റിയല്ല? ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറേ ഒന്നും ഞാൻ അങ്ങനെ അറിയിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ സൈക്കിൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും അല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. 3ാം ക്ലാസ്സിലാണ് സൈക്കിൾ എടുത്തത്? ട്യൂഷൻ ക്ലാസ്സിലാ? എന്നിട്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറയത്തൊക്കെ ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇല്ല. ഒരു ഇൻഫാച്വേഷൻസ് മാത്രമായിരുന്നു. അതെന്താണോ ഇവര് അതുപോലെ പിടിയിട്ടില്ല. അല്ല, അതിൻ്റെതായ ഒരു സീരിയസ്നെസ് പിന്നീട് മനസ്സിലാവുന്നുള്ളൂ. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരുതരം ചേസ്. അല്ലോട് രാജേഷ്, നീ സത്യം പറ. എനിക്ക് നിന്റെ ആ ടേക്ക് ഇറ്റ് ഈസി സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്തൊരു ചെറിയ കാപട്യോടൊന്നൊരു സംശയമുണ്ട് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെയാ, വളരെ ഈസി ആയിട്ട് എടുത്തിട്ട് നമ്മളെ അങ്ങോട്ടൊന്ന്. അല്ല, രാജേഷിന്റെ വർക്ക് അല്ലെങ്കിൽ ലൈക് പ്രേമത്തിന് എനിക്ക് തോന്നുന്നു ഭയങ്കര മ്യൂസിക്കലാണ് സിനിമ. അപ്പൊ അങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ടായിരിക്കാം ഇത്ര ലൈക് റൊമാൻറ്റിക് ആയിട്ട്. ഇവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടല്ലോ. ഇവൻ അപാര റൊമാൻറ്റിക്കാ. എനിക്ക് ഇവൻ ഈ കടുക്കം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് അപ്പൊ തന്നെ. രണ്ടുണ്ട്. അവനേക്കാരും വലിയ മിടുക്കരാ, PhD എടുത്തുള്ളതാണ്. അതെനിക്കറിയാം. മാത്തമാറ്റിക്സും പ്രണയം കൂടെ ഒരുമിച്ച് അനുഭവം പഠിച്ച്. അതെ, ഈ പ്രണയത്തിന്റെ എല്ലാ തര അവസ്ഥകളെയും ഒരുപക്ഷെ പ്രതിഫലിപ്പിക്കുന്ന സംഗീത മുഹൂർത്തങ്ങളാണ് ശബരീഷിന്റെ വരികളിലൂടെ രാജേഷ് സൃഷ്ടിച്ചത്. എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഇത്രയും പാട്ടുള്ള ഒരു സിനിമ ഉണ്ടാവില്ല. നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങൾ ഓരോ സാധനം ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടിയിട്ടുള്ള വലിയൊരു ആരവം ഒരു ടൈമിൽ ഭയങ്കര വിഷയമായിരുന്നു ഫേസ്ബുക്കിൽ. മലരെ എന്ന് പറഞ്ഞ പാട്ട് ലൈക്ക് പുറത്ത് അവൈലബിൾ അല്ലാത്തതിന്റെ ഒരുപാട് ചെറിയ കോൺട്രവേഴ്സി ഉണ്ടായില്ല മുകളിൽ. പുറത്ത് വിട്ടിരുന്നില്ല. അത് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം എന്നുള്ള, കാണെങ്കിലും കേൾക്കണമെങ്കിലും തിയേറ്ററിൽ തന്നെ പോകണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. അതെ, അത് മറ്റേ ഇതിലെ ഡയലോഗ് പറഞ്ഞ പോലെ തോമിക്ക പഞ്ചായത്തിലെ എല്ലാ വീടും അടിച്ചു പറയും, ഇനി രാജേഷ് മുരുകേശന്റെ വീട് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വരെ കമന്റ് വന്നു. രാജേഷ്, ഇതൊക്കെ എങ്ങനെയാ ഒരു പക്ഷേ സ്വന്തം മനസ്സിന്റെ ശബ്ദവിന്യാസങ്ങളാണോ താങ്കളെ ഈ പാട്ടിലേക്ക് നയിച്ചത്? ആണല്ലോ, ഉറപ്പായിട്ട് എന്നെയും കൺവിൻസ് ചെയ്യണമല്ലോ. എനിക്കും തുടങ്ങണോ, എനിക്ക് ഞാൻ ചെയ്യുന്ന എന്നെയും ഫീൽ ചെയ്യണ്ടേ, ചെയ്തിട്ടുണ്ട്. അല്ല, അതിൽ ഈ പ്രണയത്തിന്റെ മാധുര്യവും കയ്പും സങ്കീർണതയും വിഷമവും ആഗണിയും എക്സ്റ്റസിയും എല്ലാം വരണം അല്ലേ അനുപമ? അങ്ങനെ വരണം. അതാ സംഗീതത്തിൽ വന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ആ പാട്ടുകളെ ആശ്ലേഷിക്കാൻ വേണ്ടി, വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു കാര്യം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ലൈക്ക് എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്നല്ല, ഇപ്പോൾ
നമ്മുടെ ഈ പ്രേമത്തിന്റെ DVD ഒക്കെ അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും, എവിടുന്ന് ഔട്ടായിട്ട്. അപ്പൊ ഏറ്റവും ഇപ്പോൾ സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ സെൻസർ കോപ്പിയോ അങ്ങനെ എന്തോ ഔട്ട് പോയിരിക്കുന്നത്. ഈ സിനിമ നമ്മളിവിടെ വന്നപ്പോൾ സംസാരിക്കുകയുണ്ടായി, മ്യൂസിക്കലാണ് പ്രേമം എന്ന് പറഞ്ഞ സിനിമ. അല്ലെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിൽ രാജേഷിന്റെ പങ്ക് ലൈക്ക് ഇമ്മൻസ് ആണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം. അപ്പോൾ ഈ പൈറേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ മേജർ ഏരിയയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഇല്ല. അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു 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 പകുതി കൂടി ഒരു അതിന്റെ ഒരു ക്വാളിറ്റി ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അൽഫോൺസ് പുത്രൻ അഭിനയിച്ചിരിക്കുന്ന ഡബ് ചെയ്തിരിക്കുന്ന മറ്റാരുമാണ്. അങ്ങനെ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പൊ ആളുകൾ പൈറേറ്റഡ് DVD ആയിട്ട് കള്ള CD അല്ലേ? എന്നാൽ അൻവറിന്റെ എന്ത് പ്രസ്താവന കണ്ടിരുന്നുള്ളത് ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ? എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കാനാണ് സംഘടനയിൽ നിന്നും. ഓക്കെ, അപ്പൊ രാജേഷ് ഇത് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കപ്പോ ശബരീഷ് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതൊക്കെ എഴുതി വെച്ചു. കഷ്ടപ്പെട്ടതുള്ള രാജേഷ് സംഗീതത്തിന് ഞാൻ എഴുതുകയാണ് ചെയ്തിരുന്നത്. സംഗീതമാണ് ആദ്യം കൊടുത്തത്? അതെ അതെ. അത് ശരി. 2 പാട്ട് മാത്രമേ ഉള്ളൂ. അവര് സീൻ കോൺട്രയും കലിപ്പ് എന്ന് പറഞ്ഞ പാട്ട് മാത്രമേ ഉള്ളൂ വരികൾ എഴുതിയിട്ട് അതിന്റെ പുറത്ത് ചെയ്തുള്ളൂ. ആ വരി പിന്നെ നമ്മുടെ മനസ്സിലുള്ള വരികളായിരുന്നല്ലോ അല്ലേ? എല്ലാം നമ്മുടെ മനസ്സിലായി. അത് അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ഇംപ്രിന്റ്. പ്രേമമില്ലാണ്ട് ഒന്നും എഴുതാനും പറ്റില്ല, സംഗീതം കൊടുക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റില്ല, അത് കണ്ട് രസിക്കാനും പറ്റില്ല. അപ്പൊ എല്ലാവരും പ്രേമം വിജയിച്ചെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ പ്രേമം ഉണ്ടെന്ന് അർത്ഥം. എല്ലാവരുടെയും മനസ്സിൽ ഈ സാറ് പറഞ്ഞ പോലത്തെ പ്രേമമുണ്ട്, സാറ് പറഞ്ഞ പോലെ സൈക്കിൾ എടുത്ത് പോയിട്ടുണ്ട്. അതെല്ലാവരും എന്താണ് പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. നീ മംഗലം കഴിച്ചോടാ? മംഗലം എന്നല്ല, ഇത് മറ്റേ സിഖുകാരുടെ. അല്ല, ഞാൻ കണ്ണൂരുകാരനായോണ്ട് ഞാൻ മംഗലം കഴിച്ചു കല്യാണം. ഞാൻ കുറച്ച് നാൾ പഞ്ചാബിലായിരുന്നു, അതുകൊണ്ട്. നീ പഞ്ചാബിലായിരുന്നോ? കുറച്ച് ദിവസം. അവിടുത്തെ പരിപാടി വെറുതെ പോയതാ, ചുമ്മാ അങ്ങോട്ട് പഞ്ചാബിലേക്ക് ഒന്ന് പോയി വരാം. ഇതിന്റെയൊക്കെ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് പഞ്ചാബിലേക്ക് പോയി. നീ എവിടെയൊക്കെ പോയി? എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ അതൊക്കെ. ഞാനൊരു 15 വർഷക്കാലം ഉത്തരേന്ത്യ ജീവിച്ച ആളാണ്, ഡൽഹിയിൽ. മഹാരാഷ്ട്ര, പഞ്ചാബ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി. അല്ല, നീ മംഗലം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഇപ്പൊ എത്ര പ്രണയം ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു? നിനക്ക് സീരിയസ് ആയ പ്രണയം ഉണ്ടോ? നീ പറ ശബരീഷ്. ഇപ്പോഴോ? പിന്നെ തീർച്ചയായിട്ടും. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ? 1, 2, 3, 4, 5 എല്ലാം ഞാൻ തന്നെയാണ്, എന്നോട് തന്നെയാണ് എനിക്ക് പ്രേമം. നീ അത് വെറുതെ ചുമ്മാ അങ്ങനെ നമ്പർ ഇട്ടിട്ട് ഞാൻ തെറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ആരോട് പറഞ്ഞു പോലെ? പണ്ട് ചില ഇന്റർവ്യൂവിൽ ചില ആൾക്കാർക്ക് പ്രണയം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പൂവിനോടുണ്ട്, കല്ലിനോടുണ്ട്, കസേരയുണ്ട്, അങ്ങനെ വിദ്വാന്മാര് പറയും. നീ ആ നമ്പർ ഒന്ന് എന്റെ അടുത്ത് ഇറക്കണം. ആ വിദ്വാനിൽ ഒരു അവസാനത്തെ കണ്ണിയാണ് ഞാൻ. ഇവന്റെ മനസ്സിലൊരു കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം ഇവനെ കണ്ടപ്പോ രാജേഷ്, നമുക്ക് ഒരുപക്ഷെ ശബരീഷിന്റെ കൂടി സഹായത്തോടെ ആ മലരിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ പാട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ആരാണത് ആദ്യം പാടുന്നത്? ശബരീഷ് പാടും. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടൻ അരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ. വരട്ടെ ഒരാള്. ഹായ് ഓൾ, വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാം ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കാണുന്നത്. കാരണം ഈ പടം ഒരു സാധാരണ നിസ്സാരമായിട്ട് ഉള്ളൊരു പടമായിട്ടല്ല ആരും കാണുന്നത്. കാരണം എനിക്ക് റിക്കലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നില്ല, ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു. ഒരു 1.5 മാസത്തെ ഒരു ടൂർ, ഒരു കോൺസേർട്ട് ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. സാധാരണ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ഫ്രണ്ട്സിനെ തിരിച്ചിവിടെ കാണുമ്പം അവർ ചോദിക്കുന്നത് ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചത് പ്രേമം കണ്ടോ എന്നാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ പ്രേമം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇവിടെ. പിന്നെ എനിക്ക് പ്രേമത്തിനെ കുറിച്ച് പറയുന്നത് അഫ്കോഴ്സ് ഞാനായിട്ട് പ്രത്യേകിച്ച് ഇനി അത് സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഒരേമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അത് ഒരു പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരാൾ ഒരു പ്രാവശ്യമല്ല, ഒരു 2-ൽ കൂടുതൽ പ്രാവശ്യം ഒരു പടം കാണുമ്പോഴാണ് അതിൻ്റെ സക്സസ്സും അതിൻ്റെ തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നതും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ടീം വർക്ക് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. കാരണം ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരാൾ പവർഫുള്ളും മറ്റേ ആൾക്കാർ ചെറുതാണെന്ന് പറയുന്നതില്ല. അവരെല്ലാം ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു യൂണിറ്റി, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഏതൊരു സക്സസിൻ്റെയും പുറകെ ഉള്ളൊരു സീക്രട്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രാജേഷ് മുരുകേശൻ. രാജേഷിനെ ഞാൻ ഓർക്കുന്നത് നേരത്തിൻ്റെ സമയത്ത്, നേരം ഇറങ്ങിക്കഴിഞ്ഞ് പിസ്ത എന്നുള്ളൊരു പാട്ട് വളരെ നല്ല ഹിറ്റായിരിക്കുന്ന സമയത്താണ് രാജേഷിന് ഒരു ദിവസം കോയിൻസിഡൻ്റ്ലി ഞാൻ 4 ഫ്രെയിംസ് അന്ന് ഞാൻ DTS മിക്സിങ്ങിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാജേഷ് വന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചെല്ലാം കഴിയുന്ന സമയത്താണ് പറയുന്നത് നേരത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രാജേഷ്, അപ്പോൾ ചെറിയൊരു മ്യൂസിക് ഡയറക്ടർ അല്ലല്ലോ, പിസ്ത എന്നുള്ളൊരു സൂപ്പർ ഹിറ്റ് പാട്ടിൻ്റെ ഒരു ഓണറാണ്.
അപ്പം എല്ലാം കൊണ്ടും ഇനി വരുന്ന പ്രോജക്റ്റും അതുപോലെ തന്നെ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ പ്രോജക്റ്റിൽ രാജേഷ് അതുപോലെ തന്നെ മനോഹരമായ പാട്ടുകൾ, അതിൽ പിസ്ത അല്ലാതെ മെലഡി സോങ്സും ഉണ്ടായിരുന്നു. ഇതിലും ഞാൻ രാജേഷിൻ്റെ പാട്ട് കേട്ടു. വളരെ യുണീക്കായിട്ട് നല്ല മെലോഡിയസുമാണ്, വളരെ അതേമാതിരി കമേഴ്ഷ്യലുമാണ്. എല്ലാ എലമെൻസും ഒരുമിച്ച് ചേരുന്നതാണ് ആക്ച്വലി ഒരു നല്ലൊരു കമ്പോസറിൻ്റെ സ്ട്രെങ്ത്ത്. മാസിനെയും കേറ്റർ ചെയ്യുന്നുണ്ട്, അന്നാ ചെയ്ത സാധനത്തിൽ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ രാജേഷ് എപ്പോഴും വളരെ നല്ല സക്സസ്സിലേക്ക് പോട്ടെ. ആൻഡ് വൺസ് മോർ ഐ കൺഗ്രാജുലേറ്റ് ദി എൻറ്റയർ ടീം ഓഫ് പ്രേമം. കീപ് ഇറ്റ് അപ്പ്. രാജേഷ് ആദ്യമായിട്ട് കണ്ണിക്കോടെ ഒരു ചെറിയൊരു ഇതുവരെ ചിരിച്ചിരുന്ന വിദ്വാനാണ്. എന്ത് പറ്റിയിടോ? അല്പം വികാരം തളിച്ചോ? ഇല്ല, ഞാൻ അന്ന് പുള്ളിയെ കണ്ട് ഓർക്കായിരുന്നു. ഗൗരവത്തിൽ പറഞ്ഞ് ചിരിച്ചോണ്ട് പറ. അയ്യോ, ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ഇൻസ്റ്റൻസ് ഓർക്കുമായിരുന്നു. ഇവനിങ്ങനെയാണോ? വൈകാരികമായി കുറച്ച് അങ്ങനെയാണ് അവിടെ. അതാണ് സംഗീതത്തിലൂടെ പുറത്തു വരുന്നത്. ഇവന്റെ വികാരമാണ് ഇവന്റെ സംഗീതം, അല്ലേ? അതെ. എന്റെ വികാരത്തിനെ കുറിച്ച് ഞാനൊരു 5 സെക്കൻഡ് ഇവന്റെ മുഖത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊന്നും ഉരുകി. എന്താ കാരണം അറിയാം, അടുത്ത് ഞാനെന്തോ ചോദിക്കാൻ പോവാണെന്ന് തോന്നി. ഞാൻ നിന്നെ വിട്ടു. എന്താ കാരണം അറിയാം, നീ കള്ളത്തരം പറയാൻ തീരുമാനിച്ചിട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ കൂടി കൂടുതൽ കള്ളത്തരം ഞാൻ പറയില്ല. മാത്രം ആ മേഖലയിൽ എന്തോ ഒരു ചെറിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുപമ, ആ മേഖലയിൽ ഇവന് ഒരു ചില ഉടായ്പകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിനയുടെ ജീവിതത്തിലും ഈ ഒരു സിനിമ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? ഞാൻ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ വിനയുടെ പ്രൊഫൈൽ മുഴുവൻ മാറി. എന്താ കാരണം വെച്ചാൽ ഇതുവരെ ഒരു ഹ്യൂമർ രംഗത്തിൽ വിനയനെ ആരും കണ്ടിട്ടില്ല. പല രംഗങ്ങളിലും ശോഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു സട്ടിലായിട്ടുള്ള ഹ്യൂമർ, എന്നാൽ പ്രകടനാത്മകമായ ഒരു ഹ്യൂമർ അല്ലാതെ തന്നെ ആൾക്കാരെ ചിരിപ്പിച്ചൊരു വേഷത്തിലേക്കാണ് വന്നത്. ഒരുപാട് ആരാധകർ താങ്കൾക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ വർക്ക് കണ്ട് ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഫാൻസ് കൂടിയാ? ഞാൻ ഫാൻസ് എന്നുള്ളൊരു ടേമിൽ ഇങ്ങനെ ഫാൻസ് അല്ല, ഒരുപാട് ആളുകൾക്ക് വർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഫാൻസ് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഭ്യുദയകാംക്ഷികൾ, വെൽവിഷേഴ്സ് അവരുടെ എണ്ണം കൂടി. അതെ. സൗമ്യക്ക് തലവേദന കൂടിയാ? ഒരിക്കലും ഇല്ല. അങ്ങനെ സൗമ്യയോടല്ലേ ചോദിക്കേണ്ടത്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ആളുകൾ വന്ന് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് സംസാരിക്കാറുണ്ട്. ലൈക്ക് അതൊന്നും ബാധിക്കാറില്ല. കാര്യം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് നമുക്ക് പരസ്പരം അറിയുന്ന ആളുകളാണല്ലോ. ധീരവനിതയ്ക്കുള്ള അവാർഡ് സൗമ്യക്ക് നമുക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പരിപാടിക്ക് ശേഷം ഒരു ഉരുക്ക് വനിത, അതായത് ഈ ഒരുപാട് ആൾക്കാർ വിമൽ സാറിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വന്ന് ചാതാ പോലും യാതൊരുവിധ ഭാവഭേദവുമില്ലാതെ അജഞ്ചലിയായി നിലകൊള്ളുന്ന സൗമ്യക്ക് എപ്പോഴാണോ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അറിയിക്കാം. ജെ ബി ജംഗ്ഷന്റെ വക ഒരു കൈ. ആലുവക്കാരുടെ ഒരു സിനിമയാണ് ഇത്. മെജോറിറ്റി ആലുവ പിള്ളേരുടെ കോപ്രായങ്ങളാണെന്ന് വേണമെങ്കിൽ ഒരു കൺസർവേറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷെ ആ ഭാഷ എല്ലാ മലയാളിയും കടമുണ്ട്. അവളാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം. ഒരുപക്ഷെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമായിട്ടുള്ള ഫാക്ടറും ഈ പറഞ്ഞ ഭാഷയിൽ വളരെ വളരെ എന്താ പറയുക പ്രകടമായിട്ടുള്ള ആ പടവുകളാണ്. ഒരുപാട് മടക്കുകളുണ്ട്. ശരിയവനെ ലൈക്ക് അൽഫോൺസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു ആ കാര്യത്തിൽ. ഞങ്ങൾ ഈവൻ റിഹേഴ്സൽസ് ഈ സിനിമയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആലുവ UC കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് റിഹേഴ്സൽസ് ചെയ്തിരുന്നു. റിഹേഴ്സൽസ് ഒരു മോക്ക് ഷൂട്ട് പോലെ ചെയ്തിരുന്നു. പലപ്പോഴും സിനിമകളിലുണ്ടാകില്ല. അപ്പോൾ ആ മൊമെന്റ് മുതൽ അൽഫോൺസ് പറയുന്നത് അത് ഭയങ്കര കൊളോക്കിയലായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ സംസാരിക്കുന്ന ആ കോൺവെർസേഷണൽ ക്വാളിറ്റി മസ്റ്റായിരുന്നു. നമ്മൾ ഭയങ്കര അൽഫോൺസ് കൊണ്ട് സൈഡിൽ പറയും, മച്ചാനെ കുറച്ചും കൂടെ കൊളോക്കിയലാക്കിക്കോട്ടോ എന്നുള്ള സമയത്ത്. അപ്പൊ അതും പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു സിങ്ക് സൗണ്ട് ആണോ എന്ന്. ഞങ്ങൾ ഡബ് ചെയ്താണ്, പക്ഷെ സിനിമ കാണുമ്പോൾ ഭയങ്കര റിയലും ഭയങ്കര സിങ്ക് സൗണ്ട് ഫീൽ ആ സിനിമക്ക്. ഇത് കൊണ്ടിട്ട് ഒരുപാട് ആളുകൾ 3-4 തവണയൊക്കെ ഈ സിനിമ കണ്ടു. അതായത് ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ ഈ സിനിമ 2ാമതോ 3ാമതോ കാണണമെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. തീർച്ചയായിട്ടും അത് സിനിമയുടെ ഒരു ന്യൂനതയാണോ ശബരീഷ്? ഒരിക്കലും 2-3 പ്രാവശ്യം ഒരു സിനിമ കാണിക്കാൻ നമ്മളെ അതെന്റെ കൊമേഴ്സ്യൽ സൂത്രം, അത് കറക്റ്റാണ്. ശരിക്കും ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം കണ്ട് നമ്മൾ എന്റർടൈൻഡ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സിനിമ നമ്മളെ രസിപ്പിച്ചില്ലെങ്കിൽ, അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും 2ാമത് കാണില്ല. അപ്പൊ ആളുകൾ രണ്ടും ഈ പ്രേമത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഒരാളും ഈ സിനിമ ഒരു തവണ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ലൈക്ക് ഓൾറെഡി തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ ഇപ്പൊ ഞങ്ങളെ കാണിക്കുന്നതിന് മുമ്പേ കൈയടിയാണ്. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല,
പിന്നെ എല്ലാ, അതായത് നമ്മളൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിരിച്ചു കളിച്ച് അതിന്റെ അടുത്ത തമാശ അടക്കം പോകും. കാര്യം അവർക്ക് ഓൾറെഡി അറിയാം ആ തമാശ എന്താണെന്നുള്ളത്. റിപ്പീറ്റഡ് ഓഡിയൻസ് ആണ് വരുന്നതിന് മുമ്പ് കയ്യടി. അപ്പം ഒരു വ്യക്തമായി, അതായത് ശബരീഷും വിനയും പറയാൻ ശ്രമിക്കുന്നത് ആ പടം അവർക്ക് എവിടെയോ ടച്ച് ചെയ്തുകൊണ്ടാണ് വീണ്ടും കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് വിരസമാകുമായിരുന്നെങ്കിൽ ഒരിക്കലും അത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത് പോകില്ല. പക്ഷെ ഈ കൂട്ടത്തിൽ എങ്ങനെ അനുപമ ജെല്ല് ചെയ്തു? ഇപ്പം അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു കൂട്ടത്തിൽ ഒരു പക്ഷേ ഒരു എന്താ പറയണ്ട അല്പം ഒന്ന് മാറി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവരുടെ അപ്ബ്രിങ്ങിങ് പ്രകാരവും രീതി പ്രകാരവും ഒക്കെ ആയിട്ട്. പ്രണയത്തിന്റെ ഭാഗത്തിലല്ല ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ഡയലോഗ്സിന്റെയും മറ്റു കാര്യങ്ങളിൽ ഈ ഭാഷയൊക്കെ അനുഭവിക്ക് കൃത്യമായി മനസ്സിലായോ? അതെന്ന് വെച്ചാ ഞാൻ അവിടെ ലൊക്കേഷനിൽ നിൽക്കുമ്പോ ഒക്കെ അൽഫോൺസേട്ടൻ പറയും നിന്റെ തൃശ്ശൂർ ഷോയെ കുറയ്ക്കാൻ പറയും. എനിക്ക് ഭയങ്കര ഭാഷയുടെ ഇതുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്യും. പിന്നെ ഇതിലും മേജർ മാറ്റങ്ങൾ വന്നേക്കുന്നത് ഡബിങ് ടൈമിലാണ്. നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോ വന്നത്. കൊറേ സീൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അധികം സംസാരിച്ചിട്ടില്ല. അത് എനിക്ക് സംസാരിക്കേണ്ടി വന്നില്ല, പ്രവൃത്തിയിലൂടെ തന്നെ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചല്ലോ. കൂടുതലും മുടിയിലൊക്കെ ആയിരുന്നു കൂടുതൽ. ഇതിൽ തമാശ എന്താ അറിയോ, ഈ ഒരു ഷോയിൽ അനുഭവം വരുന്നു എന്ന് പ്രമാണിച്ച് ഇതേ രീതിയിൽ ഹെയർ സ്റ്റൈലുള്ള 2 വിദ്വാൻമാരോട് എത്തിയിട്ടുണ്ട്. അതാ കണ്ടാ കാണിച്ചു കണ്ടാ അപ്പു അപ്പു അപ്പുവാ, അതാണ് ഇതിന്റെ യഥാർത്ഥ പേര്. നിന്റെ വീട്ടിൽ അച്ഛൻ വിളിക്കുന്ന പേരല്ലേ ഞാൻ പറഞ്ഞത്? ശരിക്കും പേര് അപ്പു. ശരിക്കും പേര് അപ്പു എന്നാണ്. ഇത് നേരത്തെ മുടി വന്നാണ്. ഈ മുടി ഇപ്പൊ അനുപമയ്ക്ക് ശേഷം ഈ മുടി ഹിറ്റായോ? അനുപമക്ക് മുമ്പേ വന്നാണ്. പക്ഷെ പണ്ടൊക്കെ ഈ ചുരുണ്ട മുടിയോടൊന്നും ആൾക്കാർക്ക് പത്തി ഉണ്ടായിരുന്നില്ല. ഒരുപാട് പെമ്പിള്ളേർ ഈ മുടിയൊക്കെ അങ്ങ് സ്ട്രൈറ്റൻ ചെയ്ത് തുടങ്ങിയത് ഇല്ല ശബരീഷ്? ഇപ്പൊ ചുരുട്ടി തുടങ്ങി. ഒരുപക്ഷെ ഹെയർ സ്റ്റൈലിൽ ഒരു മാറ്റം അനുപമ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു മുടി ട്രെൻഡ് സെറ്ററാണ്. പക്ഷെ ഈ സിനിമയുടെ മൊത്തം മാർക്കറ്റിംഗിൽ ഈ പെങ്കൊച്ചിന്റെ മുടി നിങ്ങൾ വല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതെ, അത് ഇഷ്ടപ്പെട്ട സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലൈക്ക് മേജർ, അത് നമ്മളൊരു ടീസറോ ട്രയലറോ ഒന്നും ഇറക്കിയിരുന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ 2 പാട്ടുകളാണ്. ഒന്ന് ആലുവപ്പുഴയും ഒന്ന് പതിവായി. ഈ 2ലും അനുപമയായിരുന്നു താരം. നമുക്ക് ആ പതിവായി എന്നുള്ളൊരു പാട്ട് കൂടെ പാടാം. എന്താ കാരണം ആ സമയത്ത് ഈ സമയത്ത് അത് പാടിയാലേ എൻ്റെ ഒരു പൾസ് വരുള്ളൂ. നമുക്ക് തുടങ്ങിയാലോ? പാടേ. പതിവായി ഞാൻ പാടിയത് ആദ്യത്തെ വരികൾ പാടിയത് രാജേഷ് പാടട്ടെ. രാജേഷ് തകർക്ക്. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവൊട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ, പലനാളായി ഉള്ളിലൊതുക്കിയ നോവാണെന്നേ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നേ. തിരയിളകണമിടിയൊരു അരളിപ്പൂവാണെന്നേ, മദനപ്പൂ ചെണ്ടു വിരിഞ്ഞത് പോലാണെന്നേ, മധുര17 പൊന്നാണെന്നേ, മഴവില്ല് വരച്ചത് പോലൊരു പെണ്ണാണെന്നേ, തിരയിളകണമിടിയൊരു അരളിപ്പൂവാണെന്നേ, മദനപ്പൂ ചെണ്ടു വിരിഞ്ഞത് പോലാണെന്നേ, മധുര17 പൊന്നാണെന്നേ, അവളുടെ മണിമാറിൽ ചേർന്ന് മയങ്ങാൻ കൊതിയാണെന്നേ. വരട്ടെ. ഹായ്, ഒരുപാട് കാലമായിട്ട് അറിയാം. അപ്പോൾ മനസ്സിലിട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഇപ്പോൾ ഒരു അവസരം കിട്ടിയോണ്ട് ചോദിക്കണേ. ഇപ്പോൾ സിനിമയിലേക്ക് എത്തി, ഒരു നല്ലൊരു സ്ഥാനം ലഭിച്ചു, ഒരു നടിയായി, ഒരു സെലിബ്രിറ്റി ലെവലായി. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഇപ്പോൾ അനുവിൻ്റെ മുടിനെ അനുകരിക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള പാഷനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ലാൽ ജോസ് സാറിൻ്റെ നീന എന്ന് പറഞ്ഞ മൂവി ഇറക്കി. അപ്പോൾ ദീപ്തി സതി മുൻ മിസ് കേരളയായിരുന്നു. എന്നാൽ പോലും പുള്ളിക്കാരി ലാൽ ജോസ് സാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുടി കട്ട് ചെയ്ത് അഭിനയിച്ചു. അതുപോലെ ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അനുവിനെ വിളിക്കുകയാണ്. അനുവിനെ വിളിച്ചിട്ട് ഇതാണ് എൻ്റെ സിനിമ, ഈ സിനിമയിൽ അനു മാത്രമേ ആപ്റ്റ് ആവത്തുള്ളൂ, സോ അനു അഭിനയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു അഭിനയിക്കും തീർച്ചയായും. പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന് മുടി വേണ്ട, അനു മൊട്ടയടിക്കണം, വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇത് വളരെ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയുമാണ്. എന്ത് ചെയ്യും? മുടി മൊട്ടയടിക്കുമോ? അടിക്കൂ. ഈ വിദ്വാനെ അറിയോ? എന്ത് അനുപമയുടെ ഫ്രണ്ടാണ്. ആരാണത്? ലെവിൻ ചേട്ടൻ. സൂര്യ മ്യൂസിക്കിലെ വിജയാണ്. ഒരു നല്ല പണിയാണ് നിൽക്കുന്നത്. അതെ. മുടി മൊട്ടയടിക്കുന്നു. അല്ല, ഇപ്പൊ തിരക്കഥ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണുമ്പോ അതിൽ പ്രിയാമണി മാം ചെയ്തേക്കുന്ന ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചോദിക്കുന്നത് മുടി മൊട്ടയടിക്കുമെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇവിടെ തീരുമാനിക്കാൻ മുടി മൊട്ടയടിക്കില്ല. ഇല്ല, അടിക്കില്ല. മുടി മൊട്ടയടിക്കില്ല. ഇല്ല. മണിരത്നത്തിന്റെ സിനിമയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആൾ അതിനു വേണ്ടി മുടി മൊട്ടടിക്കാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, ഒരു ബോളിവുഡിലെ ഒരു ചാൻസ് കിട്ടുന്നു, മുടി മൊട്ടയടിക്കണം. അനുപമ മൊട്ടയടിക്കില്ല. മൊട്ടടിക്കില്ല.
എന്താ ഇങ്ങനെ ഈ കുട്ടിക്ക് ഈ മുടിയോടുത്ത വാശി എന്തോ ഇതിൻ്റെ അകത്തുള്ളത് എന്ന് കാട്ടാ അല്ലേ വിനയ് ഇതുപോലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതിനുള്ളതെന്നല്ല, അത് കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇതാരാ ഇത് ഇങ്ങനെ ഈ മുടി ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈൽ നിർദ്ദേശിച്ചത്? അമ്മയാണോ, അച്ഛനാണോ, അമ്മൂമ്മയാണോ? അല്ല, സിനിമയിലാണോ? അല്ല, നിത്യജീവിതത്തില്. അത് ജനറ്റിക് അല്ലേ, അതെങ്ങനെ വന്നു വളർന്നു. ജാത്തിയാലുള്ള തൂത്താ പോകില്ല. ഇതാരാണ് മുടിയാ കിട്ടിയത് അനുഭവിക്ക്? അമ്മയുടെ അല്ല, അമ്മയുടെ എത്ര വൃത്തമുണ്ട്. അമ്മായിയുടെ മുടി ആയിരിക്കാം, എനിക്കറിയില്ല. അറിയില്ല. ആരുടെ മുടി? ഈ മുടിയെ പരിരക്ഷിക്കുന്ന കാര്യത്തിൽ അമ്മയാണോ അതെയോ മകളാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കാറില്ല. അമ്മയ്ക്കാണ് ഓരോ മുടിയും പൊട്ടുമ്പോ വിഷമം. ഞാൻ ശ്രദ്ധിക്കാറില്ല. അമ്മയ്ക്ക് ഈ കുട്ടി ക്ലാസ്സിൽ തോറ്റാൽ കുഴപ്പമില്ല, പക്ഷെ മുടി ഒന്ന് ഒഴിഞ്ഞു പോയ പ്രശ്നമാണ്, അതല്ലേ? എങ്കിൽ പോലും ഈ മുടി ഒരു ട്രേഡ് മാർക്കായിരിക്കുന്നു. ഒരു പക്ഷേ ഈ സിനിമയുടെ പോസ്റ്ററുകളിൽ മുഴുവൻ ആദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉപയോഗിച്ചത് മുഴുവൻ ഈ കുട്ടിയുടെ മുടിയായിരുന്നോ? മുടി ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറാണ്. ഒരു എക്സാമ്പിൾ 1.5 നടിയാണ് ഇത്, അല്ലേ? ഒരു അനുപമയും അരമുടിയും. ആക്ച്വലി ഇവിടെ ഒരു 85-86 ഇയർ ഓൾഡ് ഒരു ഡോക്ടർ ഉണ്ട് ഇവിടുത്തെ, വൺ ഓഫ് ദി ഫേമസ് ഡോക്ടർ. 86 വയസ്സുള്ള ഡോക്ടർ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഞാൻ പരിചയപ്പെട്ടപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനെ പ്രേം മ്യൂസിക് ഏതാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഓ ദാറ്റ് മൂവി ദാറ്റ് ഗേൾ വിത്ത് ദാറ്റ് ഹെയർ. എല്ലായിടത്തും പറയുന്നതും അവരുടെ കൊളീഗ്സ് ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മറ്റേ തേനീച്ചക്കൂട് പോലെയാണെന്ന് പറഞ്ഞ് കളിയാക്കണുണ്ട്. അനുപമയുടെ മുടിയെ നിങ്ങൾ ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിന് പരമാവധി ഉപയോഗിച്ചിരിക്കുന്നു. അത് ചൂഷണം ചെയ്തു. എക്സ്പ്ലോയിറ്റ് ചെയ്തു രാജേഷേ. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഈ ചൂഷണം എന്നുള്ള ശബരീഷിന്റെ വാക്കിന് ഇംഗ്ലീഷ് പറഞ്ഞതേ ഉള്ളൂ. ഞാനായിട്ടൊരു വാക്ക് കണ്ടെത്തിയിട്ടൊന്നും. കുറച്ച് കട്ടി കൂടി തോന്നി. ഓക്കെ, അത്ര കട്ടി വേണ്ട. ആ മുടിയുടെ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി. കറക്റ്റായോ? ജാവ സിമ്പിൾ ആണ്. വരട്ടെ. അനുപമയോട് ചോദിക്കാനുള്ളത്, അനുപമയ്ക്ക് ഐസ്ക്രീം കൊടുത്ത് ഞാനാണ് സ്കൂളിൽ പോകുമ്പോൾ ഈ മേരിക്ക് ഐസ്ക്രീം കൊടുത്തല്ലോ അനുപം ചേട്ടൻ. പക്ഷെ ഞാൻ എവിടെയോ കേട്ടു ഈ ഐസ്ക്രീം അല്ല, ഐസ് ഫ്രൂട്ട്, ഈ ഐസ് വാങ്ങി കഴിച്ചിട്ട് പനി പിടിച്ചു എന്നോ വയറിളക്കം പിടിച്ചു എന്നോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടു. അതിൽ വല്ല സത്യമുണ്ടോ? എനിക്ക് പനി പിടിച്ച ചുമയും കോൾഡൊക്കെ ആയിരുന്നു. ഇവർക്കും ഈ കൊച്ചിന് ആകെ ചുമയും പനിയൊക്കെ ആക്കിയോ നിങ്ങള്? ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു വൈറൽ പടർന്നിരിക്കുന്ന സമയമായിരുന്നു എല്ലാവർക്കും. അല്ല, ഈ സിനിമ വൈറലായ പോലെ വൈറൽ നിങ്ങളെ വന്ന് പിടിച്ചു. അതെ, അതിന് മുമ്പ് തന്നെ വൈറലായത്. അല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ കാരണം അറിയാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പനി എന്നുള്ളത് നല്ല ലക്ഷണമാണ്. എല്ലാ കാലഘട്ടങ്ങളിലും പുതിയൊരു കുതിപ്പിലേക്കുള്ള ഒരു സംഭവമാണ് പനി എന്നുള്ളത്, ഇല്ലേ വിനയ്? അറിഞ്ഞൂടാ സാർ. എന്തിനാണ് വിനയ് അറിഞ്ഞൂടാന്ന് പറഞ്ഞ കാരണം അറിയോ? ഞാൻ എവിടെയോ വേറെ വല്ലയിടത്തോ പിടിക്കാൻ വേണ്ടി. അല്ല, എനിക്ക് അറിഞ്ഞൂടാ. പനി എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയൊരു റെക്ടിഫിക്കേഷനാണ്, പ്രതിരോധമാണ്. വലിയൊരു എന്താ പറയണ്ടത്, നമ്മുടെ ശരീരം പുതിയൊരു പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് അതിനുവേണ്ടി പ്രതിരോധം നൽകുന്നതാണ് പനി എന്ന് പറയുന്നത്. അനുഭവം ഇതറിയില്ലായിരുന്നോ? ഇതൊന്നും അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടില്ലേ? അല്ല, പനി എന്ന് പറയുന്നത് നമ്മുടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയിട്ട് പനിയൊന്നും പിടിപ്പിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് വരേണ്ടത്. ഏതായാലും എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ അനുപമയോട്. അനുപമ അഭിനയവും പഠിക്കാൻ മിടുക്കിയാണ്. അപ്പോൾ അഭിനയവും പഠിത്തവും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് അനുപമയുടെ പ്ലാൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അനുപമയുടെ അധ്യാപകനാണോ? അതെ, എന്റെ HOD-യാണ് കോരാപ്പി. അല്ല, കോര സാർ. സ്നേഹം കൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെയാ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കോരാപ്പി. എന്റെ പൊന്ന അധ്യാപകൻ. പുള്ളി വളരെ കഷ്ടപ്പെട്ട് അനുഭവയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ഇതുപോലൊരു പണി കൊടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ അങ്ങനെ സ്നേഹമുള്ളവരല്ല. അല്ല, നിങ്ങൾ ഈ കോരാപ്പി എന്ന് വിളിക്കുന്ന കാര്യം ഈ മാഷ്ക്ക് അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് എന്റെ വായി തന്നെ വരാറുണ്ട് കോരാപ്പി വിളിക്കുമ്പോഴും. അയ്യോ, കോര സാർ വരാറ്. അതാ സ്നേഹം കൊണ്ടാണ്. അങ്ങനെയാണ് വിനയ എല്ലാരും പറയണേ. എന്തെങ്കിലും വിളിച്ച ശേഷം പറയും സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്. വിനയുടെ ഭാര്യ സൗമ്യ കുറെ തെറി വിളിച്ചു പോയ ശേഷം വിനയോട് പറയും ഞാൻ സ്നേഹം കൊണ്ടാണ് വിനയെ വിളിച്ചെന്ന് പറയും. അല്ലേ, ശരിയല്ലേ? തെറിയെ വിളിക്കുള്ളൂ വിനയ്. അതല്ലേ ശബരീഷ് കല്യാണം കഴിക്കാതെ ഇരിക്കണേ ഇങ്ങനെ, അതറിയില്ല. ചോദ്യം വളരെ സീരിയസ് ആണ്. ഒരു പക്ഷേ ഇതൊരു വലിയ ത്രഷോൾഡിലാണ് അനുഭവം വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഡിഗ്രി സെക്കൻഡ് ഇയർ
CMS കോളേജ് അല്ലേ? എന്താ ഈ ഗിരിജാലക്കുട CMS കോളേജിലേക്ക് എത്താൻ എന്താ കാര്യം? എനിക്ക് കോഴ്സ് പഠിക്കാനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും ആ കോഴ്സ് അവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല. സോ കോഴ്സ് എനിക്ക് താല്പര്യമായിരുന്നു. പിന്നെ എനിക്ക് കോളേജിനോടുള്ള ഒരു ഇഷ്ടം ലൈക്ക് അത് ഈ കോളേജിലാണോ പ്രേംനസീറും സത്യനൊക്കെ പഠിച്ചത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 20-21 വയസ്സുള്ള കുട്ടിയോട് ഇഷ്ടപ്പെട്ട പാട്ടായി പാമരം പാടുന്നത്. ഞാൻ ഷോക്കായിപ്പോയി. എന്നെ പിന്നെ സത്യസന്ധമായി പറഞ്ഞാൽ ഇത്രയും പൈതൃകവും പാരമ്പര്യമുള്ള ആൾക്കാരാണോ പുതുതലമുറ എന്ന് വിചാരിച്ചത്. മാത്രമല്ല പുതിയ സിനിമകൾ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം കണ്ടിട്ടുള്ളത് പ്രേംനസീറിന്റെ സത്യനെ മാത്രം. നേരം കണ്ടിട്ടില്ല. നേരെ കാണാണ്ട് ആ ഡയറക്ടറിന്റെ സിനിമക്ക് ഓഡിഷൻ വരികയും ചെയ്തു. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ആരാണോ കണി കണ്ടത്? അമ്മേ തോന്നുന്നുണ്ട്. ഇതാണ് ആദ്യം മറ്റേ ഗുരുവാരണ്ട് വെച്ചു, പിന്നെ അമ്മക്കിട്ട് വെച്ചു. ഇത് തന്നെയാണ് ജീവിതം. നാളെ നമുക്ക് വരാവുന്നതാണ്. കരുതിയിരുന്നോളുക. പഠിത്തം അതിൽ ഗൗരവം വേണ്ടതില്ലെന്നാണ് പുള്ളി ചോദിച്ചത്. മൂപ്പർ വളരെ താല്പര്യമുള്ള രീതിയിലാണ് ചോദിച്ചത്. അതെ, ആള് ഇത് എന്നോട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഇല്ല, ഞാൻ ഇന്നലെ പോയിരുന്നു. ഇന്നലെ ഞാൻ സാറിനെ കണ്ടിരുന്നു, സംസാരിച്ചു. 15-ാം തീയതി ആകുമ്പോ ഞാൻ എന്തായാലും കോളേജിൽ പോകുന്നതാണ്. വിനയ് ഒരു പക്ഷേ അനുപമയ്ക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. എന്താ കാരണം അറിയോ? കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയായിരിക്കെ ഒരു സ്റ്റാർ ആകുമ്പോൾ അതിൻ്റെ വല്ലാത്തൊരു എനർജി ലെവലുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ വളരെ അപൂർവം. ശബരീഷിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലായിരുന്നോ? ഒരു പക്ഷെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ക്യാമ്പസിൽ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ എണ്ണങ്ങൾ കൂട്ടായിരുന്നല്ലോ. നമ്പർ ഇപ്പൊ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അങ്ങനെ സാധ്യതയും കൂടി പുള്ളി എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. അതാണ് അനുഭവം. അപ്പൊ പഠിത്തത്തിൽ മുഴുക എന്നുള്ളതാണ് അനുപമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇല്ല, നമ്മള് എന്താ പറയാ, നമ്മളാൽ പറ്റുന്ന, അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ സിനിമ ചെയ്യും ഉറപ്പായിട്ടും. ഈ മുടി മുറിക്കാത്ത രീതിയിൽ എന്തെങ്കിലും റോളുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടി ഇനിയും അഭിനയിക്കാൻ തയ്യാറാണ്. മൊട്ടയടിക്കത്. പക്ഷെ ഇത് നോക്ക്, ഈ രാജേഷിനൊക്കെ മുടിയില്ലെങ്കിൽ എന്തൊരു സുന്ദരനാന്ന് നോക്ക്. ഇത് തന്നെ കൊഴിഞ്ഞു പോയാണോ? അത് പോട്ടെ, ഇപ്പൊ എന്തിനാണ് എല്ലാം പോകുന്നതിന്റെ അവസ്ഥ ഇതാ. പോടാ, പോയിട്ട് പോടാ. അതല്ലേ. പക്ഷെ ആദ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അല്ല, അത് നല്ല മുടി ഉണ്ടായിരുന്നു ശരിക്കും. ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ കണ്ണു വെച്ച് പോയതാ. പോട്ടെ, നോ പ്രോബ്ലം. കണ്ണു വെച്ചാൽ ആരാന്ന് എനിക്കറിയാം. ആരായിരിക്കും? ഞാൻ പേര് പറയില്ല, വേണേ അവിടെ തൊട്ടോളൂ. ഞങ്ങളൊക്കെ മുമ്പ് പോയതാണ്. വരട്ടെ. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന പ്രേമം എന്ന സിനിമയുടെ ഒരു കൊച്ചു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഈ സിനിമ ഒരു ഉത്സവ പ്രതീതിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂ ജനറേഷൻ മാത്രമല്ല, ഓൾഡ് ജനറേഷൻ, അങ്ങനെ എല്ലാ തരക്കാരും ഈ സിനിമ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അൽഫോൺസ് പുത്രൻ ടീമിൻ്റെ കൂടെ എനിക്കും പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്തായാലും ഇത്രയും വിജയകരമായ, കാരണം ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു വിജയം ഉണ്ടായിട്ടില്ല. അങ്ങനെ വിജയം വരിച്ചൊരു സിനിമയുടെ കൊച്ചു ഭാഗമാവാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. വിനോദ് ബ്രോക്കറായിരുന്നു അല്ലേ? കോഴിക്കോട് സ്ലാങ് അതാണ് എടുത്തത്. വ്യത്യസ്തയായിരുന്നു. അൽഫോൺസിന്റെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് സിനിമയുടെ മാത്രം ട്രീറ്റ്മെന്റ് അല്ല, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചും കൂടിയാണ് വിനോദ് പറഞ്ഞത്. അതായത് നിങ്ങളെയൊക്കെ ഒരു എന്താ പറയാ, ഒരു പക്ഷെ നിങ്ങളെ അങ്ങ് വിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് സ്ഥലത്ത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ഒരുപക്ഷെ ഒരാളും കൂടി അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മുടെ ഒപ്പം ഉണ്ട്. വരട്ടെ. അപ്പോൾ ഞാൻ ഈ കൈരളി ചാനലിൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോ. അപ്പോൾ അതിലെ വിന്നറാണ്. അവിടെ വെച്ചാണ് സിജു വിൽസനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സിജു വഴിയാണ് ഞാൻ ഈ നേരം പ്രേമ അൽഫോൺസ് പുത്രൻ്റെ ടീമിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത് വിനയ് ഫോർഡിനോടാണ്. എന്ത് എക്സ്പീരിയൻസ് ആണ്? എന്നെക്കാളും കൂടുതൽ വിനയ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിലും അൽഫോൺസിൻ്റെ ടീമിൽ, ഈ പ്രേമം ടീം, നേരം ടീമിൽ എന്താണ് എക്സ്പീരിയൻസ് വിനയ്ക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പുതിയൊരു ഒരു പക്ഷേ ഒരു രസതന്ത്രമാണ്. എൻറ്റയർ സിനിമയുടെ ഒരു ഫിലിം മേക്കിംഗ് പാറ്റേൺ ആണ്. അതായത് ഓൾറെഡി അൽഫോൺസിന് A to Z സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി ലൈക്ക് അതിന്റെ ലൈൻസ് എല്ലാം നമുക്കുണ്ടാവും. ആ മൊമെന്റിൽ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട്. അത് നമ്മൾ റിഹേഴ്സൽസ് ചെയ്യും. നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ ഈ മറ്റേ മുടിയില്ലാത്ത കാര്യം, അങ്ങനെ ഒരു അതൊക്കെ സൗബിൻ സജസ്റ്റ് ചെയ്താണ്. പിന്നെ വിനയുടെ അപ്പൊ മറ്റേ രണ്ടാമത് ഈ മുടി ഇതേ സ്റ്റൈലിൽ ഉപയോഗിക്കണം പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, മുടി ഒരു സീൻ തുടങ്ങുമ്പോ ആ മലറിന്റെ കസിൻ വന്നിരിക്കുമ്പോ ഞാൻ സൗബിനോട് പറയുന്നുണ്ട്, സാറേ
എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ബോഡിയും ഉണ്ട്. സാർ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് മുടിയില്ല. ഈ സാധനമൊക്കെ അതായത് അത് ആ മൊമെന്റിൽ അൽഫോൺസിനോട് ചോദിക്കുന്നതാണ്. സോ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാലോ? ഇത് ഒരുപാട് കാലമായിട്ട് വിനയ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നം കൂടെയാണത്. തീർച്ചയായിട്ടും ഇപ്പൊ മുടി ലൈക്ക് ഒരു മുടി ഉണ്ടായിരുന്ന മുടി പോവാന്നുള്ള വിഷയമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും ഞാൻ ഒരുപാട് പരിമിതികളുള്ള ഒരു നടനാണ്. ലൈക്ക് അപ്പോ ഈ നമ്മളെ പരിമിതികളെ നമ്മൾ എന്ന് അതിജീവിക്കുന്നു അപ്പോഴാണ്. ഇപ്പോൾ ഷട്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എൻ്റെ ഈ തലയാണെന്ന് ഞാൻ ഒന്ന് അടയ്ക്കാൻ ഇവിടെ ഉണ്ടായി. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് എനിക്ക് കുറച്ച് സൈക്കോളജി പഠിച്ചുകൊണ്ട് വിനയുടെ മനസ്സിൽ പറയുന്നതിന് കുഴപ്പമില്ല. വിനയുടെ മനസ്സിനെ പലപ്പോഴും ചൂഴ്ന്നു നിന്നിരുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് മുടി. അതൊരു പ്രശ്നം ഒരിക്കലും ഇല്ല സാർ, ഒരിക്കലും ഇല്ല. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ജനറലി എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതിങ്ങനെ സംഭവിച്ചു, ഓക്കെ ഇതിനെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ്. മുടി എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൂടുതൽ പരിമിതപ്പെടുത്തുന്നതല്ലേ. ശരി, അത് ആരും ആലോചിച്ചിരുന്നിരുന്നെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറില്ല. പണ്ട് ആലോചിച്ചിരുന്നു, മുടി കൊഴിയുന്ന സമയത്ത് ആലോചിച്ചിരുന്നു. തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുണ്ട്, രാജേഷിനെ പോലെ. പിന്നെ പോട്ടെന്ന് പറഞ്ഞു. പിന്നെ അത്രേ ഉള്ളൂ. താങ്കൾക്ക് ആ 2 കാര്യം ഇവിടെ പറയാൻ തോന്നിയത് ഒരു പക്ഷെ അതാണ് ജെല്ല് ചെയ്ത്. 1 മുടി, 2 ബോഡി. മറ്റവൻ കുറച്ചുകൂടി വെൽ ബിൽറ്റ് ആണ്. അല്ല ഞാനെന്താ ബിൽഡ് അല്ലേ? ഞാൻ തമാശ പറഞ്ഞാണ് സാർ. പക്ഷെ ആ ക്യാരക്ടർ, അതായത് വിമൽ സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ എൻറ്റയർ ഫിലിം മേക്കിംഗ് പാറ്റേൺ ഇംപ്രവൈസ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ അൽഫോൺസ് അങ്ങനെ തന്നെ A to Z ഇപ്പോൾ ജസ്റ്റിൻ പറഞ്ഞതിൻ്റെ അതിൻ്റെ ഉത്തരവായിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും A to Z അൽഫോൺസിനെ അറിയായിരുന്നു. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന അവിടെ ഈ ചങ്ങായി വന്നിരിക്കണ. എന്നിട്ട് മേക്കപ്പ് മാനോട് പറഞ്ഞു കൊടുക്കുക കന്നത്തിന് ഇത്ര ലെങ്ത് വേണ്ട കേട്ടോ, പിന്നെ മീശക്ക് കുറച്ചും കൂടെ കട്ടി വെച്ചിരുന്നു, ഇത്രയും കട്ടി വേണ്ട കുറച്ചും കൂടെ കുറച്ചിട്ട്. എങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡീറ്റെയിലിംഗിൽ ഇയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതായത് ഈ പ്രൊട്ടാഗണിസ്റ്റിനെ മാത്രം ഫോളോ ചെയ്തൊന്നും ഒരുപാട് ഡയറക്ടറിനൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. ഇപ്പം സാധാരണ ഒരു സംവിധായകൻ, ഒരു കൺവെൻഷണൽ സെൻസുള്ള സംവിധായകനാണെങ്കിൽ ഒരു നായകൻ നായിക വേണമെങ്കിൽ ഒരു അടുത്തൊരു ലെവല്, വേറെ ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല. ബാക്കി ആൾക്കാർ വേണം നോക്കിക്കോട്ടെ, അവർ വന്നോട്ടെ. അങ്ങനെയല്ല. എല്ലാവരും അതിൽ അഭിനയിക്കുന്ന എല്ലാവരും നായകനെ പോലെയും നായികയെ പോലെയും ചിന്തിക്കണം. ആ സ്പേസ് വരിക എന്നുള്ളതാണ് സാർ. ഇപ്പൊ നമ്മൾ നന്നായി അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ആ പ്ലാറ്റ്ഫോം തന്നാൽ മാത്രമേ നമുക്ക് നന്നായി അഭിനയിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നിയ ഒരു കാര്യം, ക്യാമറ മൂവ്മെന്റ്സ് പോലും ഒരുപക്ഷെ ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ മൂവ് ചെയ്തതല്ല, നിങ്ങൾക്ക് വേണ്ടി ക്യാമറ മൂവ് ചെയ്തല്ലേ. എക്സാക്ട്ലി. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും നമ്മൾ അഭിനയിക്കുമ്പോൾ എന്റെ കണ്ടത്തിൽ ശരിയാണല്ലേ? തീർച്ചയായിട്ടും. ചില കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ബുദ്ധി എനിക്കുണ്ടെന്ന കാര്യം ശബരീഷ് മനസ്സിലായിക്കോളൂ. അപ്പൊ ഇദ്ദേഹം അൽഫോൺസ് നമ്മളോട് പറയുകയുണ്ടായി, അതായത് ആക്ടർ ഒരു മെഷീനല്ല, ക്യാമറ ഒരു മെഷീനാണ്. അപ്പൊ ഒരിക്കലും അൽഫോൺസ് ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടില്ല. പിന്നെ പെർഫോമൻസ് ക്വാളിറ്റി എന്ന ആളുകൾ പറയുന്നതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങളുടെ ഒട്ടുമിക്ക സീൻസും എടുത്തിരിക്കുന്ന ഒറ്റ ഷോട്ടാണ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്, ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കോളേജ് വരെ നടക്കുന്നത് 1.5 മിനിറ്റുള്ള ഒരു സീനാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പൊ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇമോഷൻ കട്ടാകുന്നില്ല, ഈ കട്ട്സിന് വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ ബ്രേക്ക് ആകുന്നില്ല, ഒരൊറ്റ ഫ്ലോയിലാണ് ഇത് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഷോട്ട്സ് ഒരുപാടുണ്ട്. അതിൽ ആനന്ദിന് വലിയ ഒരു ക്ലാപ്സ് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ ആ ഒരു 8 കിലോ ആ മൂവി ടൺ ഉപയോഗിച്ചാണ് 8 കിലോ കയ്യിൽ പിടിച്ചിട്ടാണ് ആനന്ദ് എല്ലാം ചെയ്തിരിക്കുന്നത്. അത് പടത്തിൽ രണ്ടാമത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ കട്ട്സ് വരുന്നില്ല. നിങ്ങൾക്ക് യാതൊരുവിധ ഒരു തടസ്സം ഉണ്ടായി? അത് അൽഫോൺസ് എൻഷുർ ചെയ്തിരുന്നു ശരിക്കും. ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ അതാണെന്ന് തോന്നുന്നു. അതെ, ആർട്ടിസ്റ്റിനെ ഒരു വിധത്തിലും സ്ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിട്ടു, നിങ്ങളുടെ മനസ്സിലുള്ള മനോധർമ്മങ്ങളെ കൂടി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നു. വഴിക്ക് വിടുമ്പോഴും ഇയാളെ കറക്റ്റ് ആയിട്ട് വഴിക്ക് വിടുമ്പോൾ ആൾക്കറിയാം. ചില പശുവിനെ കെട്ടിയിടുമ്പോൾ എവിടെ വരെ പോകാന്നുള്ളത് അറിയാം. ഇവിടെയും തിന്നാ തൊട്ട് അപ്പുറത്ത് തിന്നാം, പക്ഷെ അങ്ങോട്ട് തിന്നാൻ പറ്റില്ല. വിനയൻ ഇവിടെ വരെ തിരിച്ചു, പക്ഷെ അപ്പുറത്തേക്ക് വിട്ടില്ല. അതാണ് പറമ്പ് വലിയ പറമ്പാക്കി തന്നു. കറക്റ്റ്. അന്യന്റെ പറമ്പിലേക്ക് വിട്ടില്ല. അതെ, ഈ പറമ്പിൽ തന്നെ നിർത്തി. പക്ഷെ ഈ പറമ്പിന് നന്നായിട്ട് തിന്നുകയും ചെയ്തു. അതാണ് എല്ലാ മൂലയിലും പോയിട്ട് വിനയ തിന്നോണ്ട് വന്നു. അതാണ്. ഒരാൾ വരട്ടെ. വലിയ ബഡ്ജറ്റിൽ ചെയ്ത പല പടങ്ങളും ഇവിടെ പൊട്ടി പാളിഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോക്സ് ഓഫീസിൽ ആണ്
ഇതുപോലത്തെ ഒരു ചെറിയ സിനിമ വലിയ വിജയം നേടുന്നത്. അത് മലയാള സിനിമയിലെ എല്ലാവരും ഓർക്കേണ്ടതും കാണേണ്ടതും അത് ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഈ ബഡ്ജറ്റ് കൂട്ടാനായിട്ട് ഇവിടെ പലരും വ്യഗ്രത കാണിക്കുന്നുണ്ട്. ഇത്ര കോടി രൂപയാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ്. അത് കോടിയിലല്ല കാര്യം, സബ്ജക്റ്റിലാണ് കാര്യം. ഈ സബ്ജക്റ്റും അത് എടുത്ത രീതിയിലും കുറച്ച് കാശ് മുടക്കി കൂടുതൽ കാശ് കൊയ്യുന്ന ഒരു സംവിധാനമാണ് പ്രേമം എന്ന സിനിമയിൽ കാണാൻ സാധിച്ചത്. അല്ലാതെ 15 കോടി രൂപ മുടക്കിയിട്ട് 15 കോടി രൂപയും പോകുന്ന രീതിയിലുള്ള സിനിമകൾ ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യം കൂടാണ്. അപ്പോൾ വലിയ വലിയ പടങ്ങൾ ഇവിടെ പൊട്ടിത്തകരുമ്പോൾ ഇതുപോലത്തെ കൊച്ചു സിനിമകളുടെ വിജയമാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നട്ടെല്ലായിട്ട് നിന്ന് മലയാള സിനിമയെ മുമ്പോട്ട് നയിക്കുന്നത്. ഒരുപക്ഷെ സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, പണമല്ല ഒരു സിനിമയുടെ വിജയം. പക്ഷെ മലയാള സിനിമയിൽ എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സംഭവമാണ്. ഒന്ന് കാസ്റ്റ്, 2 മണി. ഈ 2 സാധനത്തിനെയും വിട്ടിട്ടുള്ളൊരു കളിക്കില്ല. പിന്നെ മലയാള സിനിമ വഴി മാറിയോ ഇതുകൊണ്ട്? പാഠം പഠിച്ചോ? പാഠം പഠിക്കലൊന്നുമില്ല സാർ. പക്ഷെ ഇതൊരു പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു മൂവ്മെന്റ് ആയിരുന്നു. എന്നോട് ചുരുങ്ങിയ ഒരു 5-6 സംവിധായകർ അല്ലെങ്കിൽ പുതിയ സംവിധാനം ചെയ്യാനിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു 1-2 സിനിമ സംവിധാനം ചെയ്ത ആളുകൾ നമ്മളോട് ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം, ഇനി ഞാൻ അടുത്തൊരു മൂവ് ചെയ്യുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതായത് സിനിമയെ കുറച്ചും കൂടി സീരിയസ് ആയി ലൈക്ക് ഫിൽം മേക്കേഴ്സ് കാണും എന്ന് എനിക്ക് തോന്നി. ഇത്ര നാൾ നമ്മൾ പറയുമായിരുന്നല്ലോ, അതായത് നല്ല സിനിമയായിരുന്നു ഓടിയില്ല എന്നുള്ളത്. നല്ല സിനിമയാണെങ്കിൽ ഓടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പ്രേമം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പ്രേമത്തിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജിയും വളരെ പ്രധാനമായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ എല്ലാ എലമെൻസും പോസ്റ്റർ ഡിസൈനിങ് മുതൽ നിങ്ങൾ ഈ പറഞ്ഞ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് മുതൽ എന്ത് സ്ട്രാറ്റജി ചെയ്തിട്ടും സിനിമ നന്നായില്ലെങ്കിൽ അത് വർക്കൗട്ട്. പക്ഷെ ചില സാധനങ്ങൾ നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം കൊണ്ട് താഴ്ന്നു പോകാറുമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ഇനി പ്രേമത്തിന് വേണമെങ്കിൽ പ്രേമൻ 2, 3, 4 എന്നും പറഞ്ഞ് വരും മലയാളത്തിൽ. എന്താ കാരണം അറിയോ? ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എടുത്തിട്ട് വേണമെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. അതിൻ്റെ ഒരു അപകടം കൂടി മലയാള സിനിമയ്ക്കുണ്ട്. ഒന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതേ മാതൃകയിൽ സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇനി ആലുവയ്ക്ക് വരും, തൃപ്പൂണിത്തുറ കുറേ പിള്ളേരെ പിടിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുട എന്ന് കുറേ വരും. അതിനുള്ള അപകടം കൂടി നമ്മൾ ഇവരെ മുന്നിൽ കണ്ടുപോകണം. ഒരു പക്ഷേ നിങ്ങൾക്കിത് വലിയൊരു അനുഭവമായിരുന്നു. അതിനേക്കാൾ വലിയ അനുഭവമാണ് പ്രേക്ഷകർക്ക്. എന്താ കാരണം, പ്രണയമെന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയ്ക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു വികാരമാണ്. ആ വികാരത്തെ ഒരു പക്ഷേ തൊട്ടുണർത്താൻ വേണ്ടിയും അല്ലെങ്കിൽ അവനെ തന്നെ കണ്ണാടി കാണുന്നത് പോലെ ഈ സിനിമയിലൂടെ കാണാൻ കഴിയുന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയസൂത്രങ്ങളിൽ ഒന്ന്. പണം വാരിയല്ലേ ശബരീഷ് സിനിമ ആണെന്നാണ് കേൾക്കുന്നത്. മൂപ്പർ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഞാൻ കണ്ടറിവില്ലല്ലോ. അതെല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെല്ലാം അറിയുന്നത്. ഞാൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു വേണ്ടി മാത്രം പഞ്ചാബിൽ പോയതാണ്. അതെ, പഞ്ചാബിൽ പോയത്. ഈ വളം മേടിക്കാൻ പോയതാണ്. ഒരു കറക്കം. ഈ വളയാരെ ഇട്ടത്? ഞാൻ തന്നെ ഇട്ടത്. സ്വന്തം ഇട്ടാണ്, വേറെ ആരും ഇടാൻ കിട്ടിയില്ല അവിടെ വള. സർദാറിന്റെ അടുത്തൊന്നും പോരുത് കേട്ടാ. അവർ 6 അടി പൊക്കമൊക്കെയാണ്. ഒരൊറ്റ അടി തന്നു കഴിഞ്ഞാണ്ടല്ല എവിടെ പോകുന്നറിയാ, ചുരുണ്ട് പോകും. എനിവേ, നമുക്ക് ഈ ഷോ അവസാനിപ്പിക്കണം. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനിയും സംസാരിച്ച് ഇരിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ സിനിമയ്ക്ക് ഒരു ദൈർഘ്യമുണ്ട്, ഒരു ഷോയ്ക്ക് ഒരു ദൈർഘ്യമുണ്ട്. നമ്മൾ ഈ ഷോ അവസാനിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങളുണ്ടാക്കിയ ഒരു പാട്ടും കൂടി പാടിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വിരമിക്കാം. രാജേഷ്, തകർക്ക്. ഇതില് വേറെ ഒരു കാലക്കേട് തന്നെ പറഞ്ഞു. അറം പറ്റിയൊരു പാട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഇടക്കാലത്ത് ഷൂട്ടൊക്കെ തുടങ്ങിയ ഒരു ഗ്യാപ്പിൽ ചെയ്യുന്ന പാട്ടാണ്. കാലം കെട്ടുപോയി എന്നാണ് ആ പാട്ടിന്റെ പേര്. അത് കമ്പോസ് ചെയ്ത് എഴുതി പിറ്റേ ദിവസം തന്നെ രാജേഷിന്റെ വീട്ടിലെല്ലാം വന്ന് ഇടിമിന്നലെടുത്ത് അടിച്ചു പോയൊരു സ്പീക്കർ ഉൾപ്പെടെ. ഭാഗ്യത്തിന് അത് എല്ലാം ചെയ്തിരുന്ന ലാപ്ടോപ്പ് എടുത്ത് കണക്ട് ചെയ്തിരുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രേമില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു കാലക്കേട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് തിരിച്ചതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനും സമയം എടുത്തു. കുറച്ച് ഒരു 2 ആഴ്ചയെങ്കിലും എടുത്ത്. പിന്നെ ഒരു സ്പീക്കറൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് കുറച്ച് പൈസ പോയോട്ടെ രാജേഷിന്? പൈസയുടെ അല്ല, അത് ഇഷ്ടം അല്ലേ? നമ്മൾ കണ്ട് പരിചയിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു സാധനം പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം ഉറപ്പായിട്ടും റെഡിയായി വരില്ല. അതൊക്കെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മുഴുവനായില്ലേ താങ്കൾ? വരണി വേണം.
അടുത്ത ഇടിമിന്നൽ വരാതിരിക്കട്ടെ. ഓക്കെ ഓക്കെ. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലുവെച്ച ഭൂമിയും കുഴിഞ്ഞതാണ് പോയി. കണ്ടു നിന്നതൊക്കെ ഇന്ന് മെല്ലെ മാഞ്ഞു മാഞ്ഞു പോയി. വിരിഞ്ഞ പൂമരം കുഴിഞ്ഞു വീണുപോയി. എടുത്തു വെച്ചതൊക്കെ എന്ന് താഴെ വീണുപോയി. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. താങ്ക് യു വെരി മച്ച്.